ഹായ് ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തേത് 1 വീക്ക് ഓഫ് ഡേ ഇൻ മൈ ലൈഫാണ്. അതായത് 7 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഷൂട്ട് ചെയ്തിടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അടുക്കളയിൽ കയറി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. കാരണം നമുക്കിന്ന് കുറച്ചധികം തിരക്കുള്ള ദിവസമാണ്, നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ചായ കുടിച്ച് നമുക്ക് പെട്ടെന്ന് ഇറങ്ങണമായിരുന്നു. അപ്പോൾ ഞാൻ ചായ കുടിക്കുന്ന ക്ലിപ്പൊന്നും എടുത്തിട്ടില്ല, കാരണം അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ മാധു രാവിലെ 9 മണിക്ക് ഓഫീസിൽ പോകും. അപ്പോൾ ഞാൻ ജസ്റ്റ് അവൾ പോകുന്ന സമയത്ത് ജസ്റ്റ് ഒരു ക്ലിപ്പ് എടുത്തതാണ്. ഹലോ, അപ്പോൾ ഇപ്പോൾ നമ്മൾ റാഷിദിയയിലാണുള്ളത്. റാഷിദിയയിൽ ബിൻ സൗക്കത്ത് മാൾ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല കറക്റ്റ് മാളിൻ്റെ പേരെന്താ അറിയില്ല. ഞങ്ങൾക്കൊന്ന് കൂടുതലും ലോക്കൽസാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മളൊന്നും അങ്ങനെ വരാറില്ല. ഇപ്പോൾ നമുക്കിവിടെ ഒരു ക്ലയൻറ്റ് ഉണ്ട്. അപ്പോൾ ക്ലയൻറ്റിനെ കാണാൻ വന്നതാണ്. നമുക്കൊരു പാസ്പോർട്ട് കളക്ട് ചെയ്യാനുണ്ട്, അതിന് വേണ്ടിയിട്ട് വന്നതാണ്. പാസ്പോർട്ട് കളക്ട് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് തന്നെ ബർദുബായ് പോകാനുണ്ട്, അത് കഴിഞ്ഞ് നമുക്ക് റോളപ്പ് പോകാനുണ്ട്. അപ്പോൾ ഇന്ന് ഫുൾ ഓട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഒരാഴ്ചയിലെ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാമെന്ന്. പക്ഷെ അതെങ്ങനെ വീഡിയോ ഇടണം എന്ന് എനിക്കറിയില്ല. കാരണം ഒന്നെങ്കിൽ ഞാൻ ഓരോ ദിവസത്തെയും വീഡിയോ എടുത്തിട്ട് സെപ്പറേറ്റ് ഇടും, അല്ലെങ്കിൽ ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒറ്റ വീഡിയോ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. അറിയില്ല എത്രത്തോളം നടക്കുന്നത്, എനിക്കൊരാഗ്രഹമാണ്, നോക്കാം. നടക്കുമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ക്ലിപ്സൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ദുബായിൽ ചൂടൊട്ടും കുറഞ്ഞിട്ടാണ്, വെറുതെ പറയുന്നത് ചൂട് കുറഞ്ഞു. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ഈജിപ്റ്റ് കോൺസുലേറ്റിലേക്ക് നടക്കുന്നുണ്ട്. ഭയങ്കര ചൂട്, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ നേരെ പോയത് റൂമിലേക്കായിരുന്നു. റൂമിൽ പോയിട്ട് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് റോളിലേക്ക് പോകാനുണ്ടായിരുന്നു. അങ്ങനെ നേരെ റൂമിലേക്ക് പോയി. ടയർഡായി ഗൈസ്, ടെൻഷൻ മൈൻഡ് ആവാൻ കേട്ടാ. ഇതാണ് ഷാർജയിലെ അവസ്ഥ. ഇങ്ങോട്ട് തിരിഞ്ഞാലും ട്രാഫിക്. ഇപ്പം നമ്മൾ പോകുന്നത് റോളക്കാണ്, പക്ഷെ നല്ല തിരക്കുണ്ട്. റോളിൽ പോയിട്ട് എനിക്ക് അങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം കുറച്ചധികം തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. റോളിൽ നിന്ന് നമ്മൾ നേരെ വന്നത് നെസ്റ്റോയിലേക്കായിരുന്നു, ഷാർജയിലെ മിയ മാളിലേക്ക്. അവിടെ വന്ന് നമുക്ക് കുറച്ച് സാധനം മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. ഇവിടെ എന്താണ് പരിപാടി? കുക്കിംഗ്. മാധു ചപ്പാത്തി ഉണ്ടാക്കുന്നു. അമ്മ ഇവിടെ വെറുതെ ഇരുന്ന് ഒരു പണിയുമില്ല, കഷ്ടപ്പെട്ട്. അതെ ഗൈസ്, ഞാൻ മാത്രമേ ഉള്ളൂ. കുളിയെല്ലാം കഴിഞ്ഞ് എനിക്ക് കുറച്ച് വൃത്തിയുള്ളൂ. നമുക്കിന്ന് ചപ്പാത്തി, ബജി. പറഞ്ഞോ. അതെ, ആ വിഷമം ക്യാൻഡി ക്രഷോ ഹാൻഡി ക്രഷോ. ക്യാൻഡി ക്രഷ് കളിച്ച് തീർക്കുന്നു. ഒരു പണി എടുക്കുന്നില്ല ഗൈസ്. അല്ല, രാത്രി 9 മണി വരെ ഓഫീസിൽ പണിയെടുക്കണം. 9 മണി കഴിഞ്ഞാൽ വീട്ടിലും പണിയെടുക്കണം. അതൊരിക്കലും ഡൗട്ട് ഉണ്ട്. ഇതിന്റെ കാണാക്കൂറലൊക്കെ ആയിട്ടുണ്ട്. അതെ ഗൈസ്, ഇതാണോ ബാല? ഇനി ഞാൻ എന്റെ മനുവേട്ടനെ കാണിക്കാം. ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുന്ന രണ്ടാൾക്കാർ. ഇത് വിൽക്കുന്നുണ്ടോ? സെയിലിനാണോ? ഇല്ല. യെസ് ഗൈസ്,
കുറച്ച് ലേശം കൂടുതലല്ലേ ഗൈസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താ ചമ്മി കഴിക്കുകയാണ്, ഞാനും കഴിക്കുകയാണ്. ഞാനാണ് വീഡിയോ എടുക്കുന്നത്. ഞാനൊരു സത്യം പറയട്ടെ, ചപ്പാത്തി ഭാജി ഇതൊന്നും ഞാൻ കട്ടിയില്ല. ചപ്പാത്തി ഭാജി, ചപ്പാത്തി മുട്ട റോസ്റ്റ്, ഇങ്ങോട്ട് പിടിക്കേ, ചോറ്, ചെറുപയർ, തൈര്, അച്ചാറ്, ഇത്ര സാധനങ്ങൾ. മസാല ദോശ മസാല വേണമെന്നില്ല, ഇത്ര സാധനങ്ങൾ എൻ്റെ ഫേവറേറ്റ് ആണ്. ഞാൻ എങ്ങനെയായാലും തിന്നും. പ്ലേറ്റിൽ വെച്ചാൽ തീരാണ്ട് ഒരു സമാധാനം ഉണ്ടായില്ല. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു. ഇനി നമ്മൾ കുറച്ച് നേരം ടി വി നോക്കും, പിന്നെ നമ്മൾ കുറച്ച് നേരം ഫോൺ നോക്കും, എന്നിട്ടൊരു 11:30-12 മണിയാകുമ്പോൾ ഉറങ്ങും. അപ്പോൾ ഞാൻ നാളെയും വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്നടുത്തൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് ക്ലിപ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നാളെയും ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് 1 വീക്ക് ഓഫ് ഡേ ഇൻ മൈ ലൈഫ്. ഞാൻ കുറേ പേര് അങ്ങനെ ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അറിയില്ല എത്രത്തോളം പറ്റുമെന്ന്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എടുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു, ബൈ.